ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഷാഡോ സെൽഫ് ഹീലിങ്ങിൽ നമ്മുടെ ഷാഡോ സെൽഫായ വിക്ടിം മെൻറ്റാലിറ്റീനെ എങ്ങനെ മനസ്സിലാക്കാമെന്നും അതിനെ എങ്ങനെ ഹീൽ ചെയ്യാമെന്നും നോക്കാം. അപ്പോൾ വിക്ടിം മെൻറ്റാലിറ്റി എന്താണ്? ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി ഡിസ്ട്രോട്ടഡ് എനർജിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് അവരുടെ പവറിനെ തിരിച്ചറിയാൻ പറ്റില്ല. അതായത് ആ പവറിലേക്ക് അവർക്ക് ഉയരാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്രയും പവർ സ്വയം തന്നിലുണ്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റാതെ ജീവിക്കുന്ന, അതായത് ഹ്യൂമൻ ബേർത്ത് എടുത്ത് ജീവിക്കുന്ന ഒരു സോളായിരിക്കാം. ഇത് ഈ ജന്മം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ പല ജന്മങ്ങളായിട്ട് ആ ഒരു പവറിനെ തിരിച്ചറിയാൻ വയ്യാതെ ജീവിക്കുന്ന ഒരു സോളായിരിക്കാം. അതായത് ഹ്യൂമൻ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സോളായിരിക്കാം ഡിവൈൻ ഫെമിനൈൻ എനർജി. അപ്പോൾ അവേക്കനിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആ ഒരു ഫേസിൽ അവേക്കനിങ്ങിൽ വന്നു കഴിഞ്ഞ് കുറേയൊക്കെ ഷാഡോ വർക്ക് ചെയ്ത് കഴിയുമ്പോഴും ഏറ്റവും കൂടുതൽ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജിക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ വിക്ടിം മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. കാരണം അവരുടെ ചുറ്റുമുള്ള ഒരു കാർമിക്സ് അവരുടെ ഉള്ളിലെ ആ ഒരു ലൈറ്റിനെ, അതായത് സോൾ ലെവലിൽ കാർമിക്സിനും അറിയാൻ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സോളാണെന്ന്. അപ്പോൾ അത് അറിഞ്ഞോ അറിയാതെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഫിയർ, അതായത് നമ്മളുടെ ചുറ്റുമുള്ള കാർമിക്സിന് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഫിയർ കൊണ്ട് അവർ ഈ ഒരു ഡിവൈൻ സോളിനെ ഡോമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആ ഒരു ഉയർച്ചയിലേക്ക്, എല്ലാ തലങ്ങളിലും ആ ഒരു ഉയർച്ചയിലേക്ക് വരാതിരിക്കാനായിട്ട് അവർ സപ്രസ് ചെയ്യാം ഈ ഒരു ഡിവൈൻ എനർജീനെ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പവറിനെ, ആ ഒരു ഫ്ലെയിമിനെ, ആ ഒരു തീയെ ആളിക്കത്തിക്കാനായിട്ടാണ് അടിക്കടി അവർ ആ ഒരു ലൈഫ് ലെസൺസ് നമുക്ക് തരുന്നത്, കാർമിക് ലെസൺസ് തരുന്നത്. എന്നാൽ ഇത് അറിയാതെ ഫെമിനൈൻ എനർജി എന്താന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങളിൽ നിന്നുള്ള ലെസൺസ് എടുക്കാതെ ആ ഒരു കാര്യങ്ങളിൽ അവരെ ബ്ലെയിം ചെയ്യുമ്പോൾ, എഗെയിൻ ഇവിടെ ബ്ലെയിമിങ് എനർജിയും വന്നു ഷാഡോ സെൽഫിൽ. ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു വിക്ടിം എനർജിയിലേക്കാണ് പോകുന്നത്. വിക്ടിം എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് സൈഡാണ്, ഒരു ഷാഡോ സെൽഫാണ്. ഒരിക്കലും നമ്മൾ ഇനി എത്രത്തോളം ഹീലായി എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഒരു വിക്ടിം മെൻറ്റാലിറ്റി സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, അട്രാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മളുടെ ജോലി സ്ഥലങ്ങളൊക്കെയും ഇത് തന്നെ നമുക്ക് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മളെ ആരോ ഡോമിനേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വാക്കിനൊരു വാല്യൂ തരുന്നില്ല എന്ന് തോന്നാം, അല്ലെങ്കിൽ നമ്മളിലുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റിക്കൊരു വാല്യൂ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ തരുന്നില്ല എന്ന് നമുക്ക് തോന്നിയിട്ട് ആ ഒരു ഇന്നർ നോയിങ്ങിൽ വരുമ്പോഴത്തേക്ക് പിന്നെയും അവരെ ബ്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ആ ഒരു ഷാഡോ സെൽഫ് നമ്മളിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിലും, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം നമ്മളുടെ ലൈഫിൽ വന്നു കഴിയുമ്പോൾ നടക്കുന്ന ആ ഒരു ഡിസ്ട്രാക്ഷൻസിന്, ലൈഫിൽ നടക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം നമ്മളുടെ ട്വിൻ ഫ്ലെയിം ആണെന്ന് അറിഞ്ഞോ അറിയാതെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ചെയ്യാറുണ്ട്. ഇത് ട്വിൻ ഫ്ലെയിം യൂണിയനിലേക്ക് ഉള്ള ഏറ്റവും വലിയ ബ്ലോക്കുകളിൽ ഒന്നാണ്. അവർ എടുത്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ അവർ ആ ഒരു സോൾ അവേക്കനിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട്, അതായത് ഫെമിനൈൻ എനർജി അത്രയും ഡിസ്ട്രോട്ടഡ് എനർജിയിൽ നിന്നുകൊണ്ട് 3D ലൈഫിലേക്ക് അഡ്ജസ്റ്റ് ആവാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അത് നമ്മളുടെ സോള് ഇൻകാർണേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമയമാണെന്ന് മനസ്സിലാക്കണം. അപ്പോഴായിരിക്കും മസ്കുലൈൻ എനർജിയുടെ ഒരു എൻട്രി ഫെമിനൈൻ എനർജിയുടെ ലൈഫിലേക്കും 3D ലൈഫിലേക്കും, അവിടുന്ന് ഫെമിനൈൻ എനർജീനെ ഈ ഒരു അവേക്കനിങ്ങിലേക്ക് പുഷ് ചെയ്ത് വിടുക എന്നുള്ളത് മസ്കുലൈൻ എനർജിയുടെ സോളിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് അവരറിയാതെയാണ് ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. പുഷ് ചെയ്ത് വിട്ട് കഴിഞ്ഞ്
ആ ഒരു സെപ്പറേഷൻ വരുമ്പോൾ അവരെ എടുത്ത് കാണിക്കുന്ന ഓരോ ട്രിഗേഴ്സ് എന്ന് പറയുന്നതും നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഇൻസെക്യൂരിറ്റീസ് ആണ്. അത് ഹീലാക്കൂ എന്നാണ് അവർ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ സ്റ്റിൽ അവരെ ഒരു ബ്ലെയിമിങ് എനർജിയിലാണ്, നമ്മളൊരു വിക്ടിം എനർജിയിലാണെന്ന് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഇത് സ്റ്റിൽ നമ്മളിൽ എവിടെയൊക്കെയോ നമ്മൾ ആ ഒരു പാസ്റ്റ് തൊട്ടുള്ള വിക്ടിം മെൻറ്റാലിറ്റി, അതായത് പാസ്റ്റിൽ നമുക്കൊരു ജോലി സ്ഥലത്തു നിന്നും കിട്ടിയ ഒരു വിക്ടിം മെൻറ്റാലിറ്റി ആവാം, നമ്മളുടെ പാർട്ട്ണറിൽ നിന്നും കിട്ടിയ ഒരു വിക്ടിം മെൻറ്റാലിറ്റി ആവാം, നമ്മുടെ പേരൻസിൽ നിന്നും കിട്ടിയതാവാം, നമ്മുടെ ഇൻലോസിൽ നിന്നും കിട്ടിയതാവാം, നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നും കിട്ടിയതാവാം. ഇതിനെയൊക്കെ നമ്മൾ സ്റ്റിൽ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ പിന്നെയും ഹീൽ ചെയ്യണമെന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഹീൽ ചെയ്യുന്നത്, ഒരു വിക്ടിം മെൻറ്റാലിറ്റിനെ ഹീൽ ചെയ്യുന്നത്? ആദ്യത്തെ കാര്യം, നമ്മൾ ബ്ലെയിമിങ് എനർജിയിൽ നിന്നും വെളിയിൽ വരിക എന്നുള്ളതാണ്. അതായത് ലൈഫിൽ എന്തൊക്കെ നടക്കുന്നോ, ഈ ഒരു പോയിന്റിൽ ലൈഫിൽ 3Dയിൽ നടക്കുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വീകാര്യമാക്കാൻ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എന്തൊക്കെ പെയിനാണ് നമ്മളുടെ ഹാർട്ട് ചക്രയിൽ വരുന്നത്, അതൊക്കെ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് ഓരോന്നായിട്ട് മിറർ എക്സസൈസിലൂടെ ഹീൽ ചെയ്യുക. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് വോട്ടെവർ, അതായത് ഇവിടെ നമ്മൾ സറണ്ടർ സ്റ്റേജിലേക്കാണ് പോകുന്നത്. എന്തൊക്കെയാണോ എൻ്റെ ലൈഫിൽ നടക്കുന്നത് അതെൻ്റെ ഹയസ്റ്റ് ഗുഡിനാണെന്ന് മനസ്സിലാക്കുക. എൻ്റെ മാത്രമല്ല, എൻ്റെ ചുറ്റുമുള്ള എല്ലാ സോൾസിൻ്റെയും ഹയസ്റ്റ് ഗുഡിനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഒരു കൺട്രോളിങ് വരുന്നില്ല, നമ്മളവിടെ സറണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട്, നമ്മളുടെ പവറിനെ തിരിച്ചറിഞ്ഞിട്ടും നമുക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആ പവറിലേക്ക് വരാൻ പറ്റാത്ത ഏതൊക്കെ കാര്യങ്ങളാണ് സ്റ്റിൽ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഫിയർ ആയിരിക്കാം. ഈ ഫിയർ അഗെയിൻ ഷാഡോ സെൽഫ് തന്നെയാണ്. അത് പാസ്റ്റിലെ എക്സ്പീരിയൻസുകളിൽ നിന്നും കിട്ടിയ എന്തൊക്കെ ഫിയേഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി അവിടെ പതിയെ ആ ഫിയേഴ്സിനെ ഓവർകം ചെയ്യാനായിട്ട്, ഫേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ വേർതി അല്ല എന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെയൊക്കെയും ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഓരോന്നായിട്ട് ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഇവിടെയും ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സോള് നമ്മൾക്ക് വാല്യൂ തരുന്നില്ല എങ്കിൽ മനസ്സിലാക്കുക, അത് ഈവൻ നമ്മളുടെ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ പോലും അവർക്ക് ആ ഒരു ടൈമും സ്പേസും അവിടെ കൊടുത്തുകൊണ്ട് നമ്മളുടെ ആ ഒരു പവറിൽ നിൽക്കാനായിട്ട് നമ്മുടെ എനർജീനെ തിരിച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം നമുക്ക് ആ ഒരു വാല്യൂ കൊടുക്കുക. നമ്മൾ ആരും ചെയ്യുന്ന പ്രവർത്തികളുടെ ഒരു തരത്തിലുള്ള വിക്ടിമും അല്ല, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നമ്മളുടെ ലൈഫിൽ നടന്നതുപോലും അതൊക്കെ നമ്മൾക്കുള്ള സോൾ ലെസൺസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇതത്ര ഈസി ഉള്ള കാര്യമല്ല. വൺസ് നമ്മൾ ഇതിനെ അറ്റൈൻ ചെയ്യുമ്പം ആ ഒരു അതിലെ പോസിറ്റീവ് വശത്തെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊക്കെ നമ്മളുടെ ആ ഗോൺ ത്രൂ ആയ ഹാർഡ്ഷിപ്സ് ഒക്കെയാണ് നമ്മളെ ഇന്ന് ഇവിടെ വരെ പുഷ് ചെയ്ത് നമ്മളുടെ ജേർണിയിൽ എത്തിച്ചതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റിൽ നിൽക്കുന്ന പാസ്റ്റിലുള്ള എല്ലാ ആൾക്കാർക്കും ഫൊർഗീവ്നെസ് കൊടുത്തിട്ട് അവർക്ക് അൺകണ്ടീഷണൽ ലവ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിക്ടിം മെൻറ്റാലിറ്റിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിന്, രേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഇനിയൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിൽ നിന്നും കഴിഞ്ഞ 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ലൈഫ് സ്റ്റോറി എഴുതുന്നുണ്ട് നമ്മുടെ ചാനലിൽ കമൻറ്റ് സെഷൻസിൽ, പല വീഡിയോസിൻ്റെയും താഴെയായിട്ട്. അപ്പോൾ യൂഷ്വലി ഞാനങ്ങനെ ആരുടെയും കമൻറ്റ്സ് ഡിലീറ്റ് ചെയ്ത് കളയുന്നതല്ല. അത് അത്രയ്ക്കധികം ഒരു നെഗറ്റിവിറ്റി തോന്നിയത് കൊണ്ട് തന്നെ, വളരെ ലോവർ വൈബ്രേഷനിൽ നിന്നുകൊണ്ട് പെയിനാണ് ആൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരാൾ പെയിനിലുള്ളപ്പം അത് മനസ്സിലാകും. പക്ഷേ അങ്ങനെ എഴുതിയത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തപ്പോഴും ഇന്ന് 2-3 കമൻറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ആളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഒരു വരി പോലും വിടാതെ എഴുതിയിരിക്കുന്നത്. നിങ്ങളങ്ങനെ എഴുതുമ്പോൾ ഞാനിനിയും ഡിലീറ്റ് ചെയ്യൂല. കാരണം അത് ആ ഒരു നെഗറ്റീവ് കമൻറ്റ്സ് എല്ലാവരും വായിച്ച് അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പ്രശ്നം വരും.
ഓക്കെ, അത് ചെയ്യരുതെന്നുള്ള രീതിയിൽ കാരണം ഞാൻ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളെ ബ്ലോക്കും ചെയ്യാം, പക്ഷേ അതൊരു ശരിയായ കാര്യമല്ല എന്ന് എനിക്ക് തോന്നി, അത് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നിമിഷ സംതിങ് ഉള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ്, എനിക്ക് ഓർമ്മയില്ല. ദയവ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് സ്റ്റോറി ഇവിടെ വന്ന് എഴുതാതിരിക്കുക ആരും തന്നെ. ഈ ഒരു ചാനലെന്ന് പറഞ്ഞാൽ വളരെ ജെന്യൂനായിട്ട് സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുന്നവർക്ക് ഗൈഡ് ചെയ്യാനായിട്ട്, മഹാദേവനായിട്ട് ഗൈഡ് ചെയ്ത് ചെയ്യിക്കുന്ന ഒരു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ജെന്യൂനായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവണമെന്ന് പറഞ്ഞിട്ട് അതിലേക്കൊരു നെഗറ്റിവിറ്റി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പിന്നെയും നിങ്ങൾ നിങ്ങളുടെ കർമ്മ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അത്രത്തോളം പെയിൻ ഉണ്ടെങ്കിൽ എഴുതി ഹീൽ ചെയ്യുക. ആ ടെക്നിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് കമ്പയർ ചെയ്ത് ഇന്നലെയോ മിനിങ്ങാന്നോ ഇനിയൊരു മെസ്സേജ് ഇട്ടിരുന്നു. ഒരു കാര്യം പറയാം, ഒരാൾ അത്രയും സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ ജേർണിയിൽ അവരുടെ എത്ര ഹാർഡ് വർക്ക് കാണും, അവരുടെ എത്ര സ്ലീപ്ലെസ് നൈറ്റ്സ് കാണും, അവരുടെ എത്ര ഡെഡിക്കേഷൻ കാണും ഇന്നർ വർക്കിലെന്ന് മനസ്സിലാക്കുക. അല്ലാതെ അവർ സെറ്റിലായി ഞാൻ സെറ്റിലായില്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ അവിടെ കമ്പാരിഷൻ്റെ എനർജിയായി. നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കാനുള്ളതല്ല ഈ ഒരു സ്പിരിച്വൽ ജേർണി. അത് മനസ്സിലാക്കി ആരും തന്നെ നിങ്ങളുടെ സ്റ്റോറീസ് എഴുതാതിരിക്കുക. അത് വായിക്കുമ്പോൾ എനർജറ്റിക്കലി നമുക്ക് മനസ്സിലാകും എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇട്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ജെന്യൂനായിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇടുക. അല്ലാതെ ഇവർ അവൈലബിൾ ആണല്ലോ, ലൈവിൽ വരുന്നുണ്ടല്ലോ, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുമല്ലോ എന്നുള്ള രീതിയിൽ ഇടുന്ന ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. എനർജി റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ് ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ ചാനലിനെ വാച്ച് ചെയ്യുന്നതിന്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.